ഹലോ അസ്സാം വലൈക്കും. നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ നീലഗിരിയുള്ള സാൻഡലോ കാസ്റ്റിൽ പറഞ്ഞ റിസോർട്ട് കാണിട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ അന്നാണ് നമ്മൾ പോയത്. രാവിലെ ഒരു 9:30 ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വഴിക്കടവ് എത്തിയ സമയത്ത് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് ആയതുകൊണ്ട് തന്നെ നമ്മൾ സദ്യയാണ് എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഇതാ ചുരം ഇങ്ങനെ കയറുന്ന സമയത്ത് ഇങ്ങനെ മങ്കീസിനൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇഷ്ടമായി. അവനിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചുരം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ. ഏകദേശം 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റിസോർട്ടിലെത്തും. അപ്പോൾ മെയിനായിട്ട് ഈ റിസോർട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം കുട്ടികളെ കൊണ്ട് ഒരുപാട് ദൂരം അവർ എങ്ങനെ ഇരിക്കുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഐസ് സൗണ്ട് ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ പേരാണ് സാൻഡലോ കാസ്റ്റിൽ. ഈ ഒരു റിസോർട്ടിൽ നമുക്ക് റൂംസ് പല കാറ്റഗറീസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റിസോർട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെന്ന പാടെ അവരിത് നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കൊണ്ടുവന്നു. ഇത് ശംഖുപുഷ്പം ചേർത്തിട്ടുള്ളൊരു ചായയാണ് തോന്നുന്നു കേട്ടോ. നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ റിസോർട്ടിലെ കോട്ടേജസ് വരുന്നത്. അപ്പോൾ ഈ ഒരു 2 നിലയായിട്ടുള്ള ഈ കോട്ടേജസ് ഉണ്ടല്ലോ, ഇതിലായിരുന്നു നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ മൊത്തത്തിൽ 4 റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ യൂട്യൂബിൽ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ ഈ ഒരു റിസോർട്ട്. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. നമുക്കിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ 1-2 ഫാമിലീസൊക്കെ ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ വന്നിരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് മേലത്തെ റൂമാണ് കേട്ടോ. താഴത്തെ റൂമിൽ നമ്മൾ ഓൾറെഡി എല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് തന്നെ മേലത്തെ റൂം കാണിച്ചു തരാം. രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. ഈ ഒരു റിസോർട്ടിൻ്റെ മെയിനായിട്ടുള്ള കാര്യം ഇവിടുത്തെ പൂളാണ് കേട്ടോ. വലിയൊരു പൂളാണ് വരുന്നത്. അത് 3 കാറ്റഗറി ആയിട്ടാണ്. ആദ്യത്തേത് കുട്ടികൾക്കുള്ളത്, പിന്നെ അഡൽറ്റിനുള്ളത്, പിന്നെ കുട്ടികൾക്കുള്ള എന്താ പറയുക ബോട്ടിങ്ങൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ആദ്യം തന്നെ ഇതുപോലൊരു ചെറിയൊരു ഹാളാണ്. ഇതിലൊരു സോഫ, പിന്നെ സിംഗിൾ ബെഡ്, TV, പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ ബെഡ്. അത്യാവശ്യം വലിയൊരു ബെഡ് തന്നെയാണ്. പിന്നെ ഇതിൽ വലിയ വാർഡ്രോബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് നമ്മുടെ സ്വിമ്മിംഗ് പൂൾക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ കാണുന്നത്. പിന്നെ ബാത്റൂം ആയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ ആയിരുന്നു. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ടൂത്ത് ബ്രഷ്, പേസ്റ്റ്, ഷാമ്പൂ, ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹെയർ ഡ്രയറൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റൂമിൽ തന്നെ ചെറിയൊരു ഫ്രിഡ്ജും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ നമുക്ക് ടീ, കോഫിയൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ റൂമത്തെ മറ്റേ വിൻഡോ എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുകളിലത്തെ റൂമിൽ നിന്നുള്ള വ്യൂ.
അങ്ങനെ റിസോർട്ടിലെത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ പൂളിക്ക് ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഇത് പൂളിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഐറ്റംസൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ റിങ്ങും ക്യാപ്പും നല്ല യൂസ്ഫുൾ ആയിരുന്നു. മറ്റേ അതിൻ്റെ കൂടെയുള്ള കണ്ണട ഉണ്ടല്ലോ, അത് അവനത്ര ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് നേരം ഇട്ടപ്പോൾ തന്നെ അവന് അഴിച്ച് മാറ്റി. അതിങ്ങനെ ഒന്ന് ടൈറ്റായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറ്റി. പിന്നെ ഒരുപാട് നേരമൊന്നും പൂളിൽ കളിക്കൊന്നും ചെയ്തില്ല കേട്ടോ. കുറച്ച് നേരം കളിച്ചപ്പോൾ തന്നെ ആൾ തണുക്കുകയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കയറി. ഞാൻ വിചാരിച്ചു പൂളിൽ ഇറങ്ങിയാൽ പിന്നെ കയറാനായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാധാരണ വെള്ളത്തിൽ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ പൂളിൽ നിന്ന് പെട്ടെന്ന് കയറൂല എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്ന് കയറി കേട്ടോ. പിന്നെ അതായത് ഇവിടെ നമുക്ക് DJ നടത്താനുള്ള ഒരു ഹാളൊക്കെ ഉണ്ട്. രാത്രി ഒരു 7:45 ആയപ്പോൾ ഇവിടെ ഇതുപോലെ പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡിൻ്റെ സമയമായിട്ടോ. രാത്രിക്കുള്ള ഡിന്നർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഡിന്നർ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുപാട് ക്ലിയർ ഇല്ല തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിന്നർ തന്നെയായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഐസ്ക്രീമും ഗുലാബ് ജാമുനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പിറ്റേന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഞാൻ പിറ്റേന്ന് രാവിലെ ഇവർ രണ്ടുപേരും ഉറങ്ങുന്ന സമയത്താണ് ഈ ഒരു വാച്ച് ടവറിൻ്റെ മേലെ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ഏർലി മോർണിംഗ് ആണ് കേട്ടോ. കുട്ടികളൊക്കെ ഉണരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഐസ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് നല്ല വ്യൂ ആണ് കേട്ടോ. അതൊരു തേയിലത്തോട്ടം കാണുന്നുണ്ട്. പിന്നെ അതാ ഒരു മൊട്ടക്കുന്നൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും. പക്ഷേ ഈ ഒരു കല്ലൊക്കെ കയറി മേലെ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് കയറിയിട്ട് ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതാ ഇങ്ങനെ ഈ ഒരു ഇത് കയറിയാൽ, സ്റ്റെയർ കേസ് കയറിയാൽ നമുക്കിതാ അവിടെ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഞാനത് കയറുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഒറ്റയ്ക്കാണിത് കാണാനായിട്ട് വന്നത്. പിന്നെ എനിക്ക് ഇറങ്ങാൻ കുറച്ച് പേടിയായിട്ടോ. പിന്നെ അവസാനം ഇരുന്ന് എങ്ങനെയൊക്കെയോ താഴെ ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത്. നമുക്ക് ഈ റിസോർട്ട് തന്നെ മൊത്തമായിട്ട് കാണാനായിട്ട് പറ്റും. ഈ ഒരു ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു വ്യൂവും, പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിലാണ് നമുക്ക് ആ പൂളും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഈ പൂളിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനും ഒക്കെ ഈ ഒരു ബ്രിഡ്ജ് കടന്നിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇനി പൂളിൻ്റെ അറ്റത്ത് കൂടെ നമുക്ക് ബ്രിഡ്ജ് കടക്കാതെയും വേണമെങ്കിൽ പോവുകയൊക്കെ ചെയ്യാം. കുറച്ച് ചുറ്റി വളഞ്ഞ് പോകാനുണ്ട് എന്നുള്ളൂ. പിന്നെ പൂളിൻ്റെ ആ ഒരു സൈഡിലും കുറേ കോട്ടേജസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മുടെ റൂമിൻ്റെ പോലത്തെ റൂം തന്നെയാണ്, പക്ഷേ ആ ഒരു ഹോള് വരുന്നില്ല. പിന്നെ ഇതിലൊരു 2 ഹണിമൂൺ കോട്ടേജസും ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, റൂം പല കാറ്റഗറീസിലായിട്ടാണ് റൂംസ് വരുന്നത്. നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്ത് വന്ന സമയത്ത് ഐസും ഇത് ഉണർന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായിട്ടോ. 8:30 to 9:30 വരെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ബ്രെഡ് ഇതാ ടോസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ 2 ജ്യൂസസ് ഉണ്ട്, കോൺഫ്ലെക്സ്, പാല്, പിന്നെ ഫ്രൂട്ട്സ്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഊത്തപ്പം. പിന്നെ ഞാൻ ഓരോന്നിങ്ങനെ കാണിച്ചു തരാം കേട്ടോ.
പിന്നെ ഫുഡ് കഴിക്കാൻ ഇവിടെ നമുക്ക് പുറത്തിരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഉള്ളിൽ ഒരു ഹോളും ഉണ്ട് കേട്ടോ. ചെറിയ മക്കളെ കൊണ്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴുള്ള മെയിൻ പ്രശ്നമാണ് അവരെ ഫുഡ്. അപ്പോൾ കുറുക്കൊക്കെ കൊടുക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനെക്കുറിച്ചൊക്കെ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ അവർ നമുക്ക് പ്രിപ്പയർ ചെയ്ത് തരും. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഐസോനും ഫുഡൊക്കെ കൊടുത്ത് പിന്നെ വീണ്ടും നമ്മളിത് അവിടെ അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ വീണ്ടും പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ റിസോർട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫാമിലി പിന്നെ ഉപ്പാടെ 2 ഫ്രണ്ട്സും ഫാമിലി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു പാർക്ക് വരുന്നുണ്ട്. നമുക്ക് ഷട്ടിൽ കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇൻഡോർ ഗെയിംസ് ആയിട്ട് ടെന്നീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. പാർക്കിൽ കുറച്ച് നേരമൊക്കെ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും പാർക്കിൽ ഉള്ള സമയത്ത് നമ്മൾ പൂളിൽ ഇറങ്ങിക്കായിരുന്നു. അപ്പോൾ അതാണ് അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റിസോർട്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാനൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഇടയിൽ ഇതെവിടെയും മങ്കീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോവാൻ റെഡിയായി കേട്ടോ. അപ്പോൾ ഇവിടെ ഓണത്തിൻ്റെ അന്നായതുകൊണ്ട് തന്നെ ഇവർ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് കൂടി എടുത്തിട്ട് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ പോണ വഴിക്ക് നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തന്നെ നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.